പ്ലസ് ടു തുല്യത മലയാള പാഠപുസ്തകത്തിലെ ഗൗളി ജന്മം എന്ന കഥയുടെ പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ അവധാരണ ചോദ്യങ്ങളാണ് ആദ്യം. അപ്പോൾ മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലക്കിൽ നല്ല വിശ്വാസമാണെന്ന് അറിഞ്ഞുകൂടെ? ഇതാരുടെ വാക്കുകളാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ആൺഗൗളിയാണത് പറയുന്നത്. 2, സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തത് ഈ ഭയങ്കരനാണ്. ഇവിടെ പരാമർശിക്കുന്ന ഭയങ്കരനാര്? യുവാവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ. 3ാമത്തെ ചോദ്യം, പൊൻകുന്നം വർക്കിയുടെ ഏതു കഥാപാത്രത്തെയാണ് ഗൗളി ജന്മം കഥയിൽ പരാമർശിക്കുന്നത്? കിശോരലാൽ എന്ന് പറയുന്ന ഡോക്ടർ. 4, താൻ മുജ്ജന്മത്തിൽ ആരായിരുന്നുവെന്നാണ് ആൺഗൗളി അഭിപ്രായപ്പെടുന്നത്? ഇപ്പോൾ ഒരു കഥാകൃത്തായിരുന്നു എന്നാണ് പറയുന്നത്. 5, മുജ്ജന്മത്തെക്കുറിച്ച് ഓർമ്മ വരാൻ എന്തുണ്ടാവണമെന്നാണ് ആൺഗൗളി പറയുന്നത്? അപ്പോൾ ബോധോദയം ഉണ്ടാവണം എന്നാണ് ആൺഗൗളി പറഞ്ഞത്. 6, ആശുപത്രിയിലെത്തിയ സന്ദർശക യുവതിയോട് പറഞ്ഞത് എന്തെല്ലാം? അപ്പോൾ എന്തൊക്കെയാണ് സന്ദർശക പറഞ്ഞത്? പിന്നെ എൻ്റെ കസിന് ഇതുപോലെ ആക്സിഡൻറ്റ് വന്ന് പിന്നെ മഞ്ഞപ്പിത്തം പിടിച്ചാണ് തുരഞ്ഞത്. നീ ചെറുപ്പമല്ലേ, നീ ഇതിലൊന്നും സങ്കടപ്പെടണ്ട, നീ വല്ല പ്രഗ്നൻ്റ് ആണെങ്കിൽ അതങ്ങോട്ട് അബോർട്ട് ചെയ്തേക്കുക, നിനക്ക് ഇനിയൊരു നല്ല ജീവിതം ഉണ്ട് എന്നാണ് സന്ദർശക പറഞ്ഞത്. ആൺഗൗളിയുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷയാകുന്നതിന് മുമ്പ് പെൺഗൗളി വാൽ വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞതെന്ത്? ഇപ്പോൾ ആൺഗൗളി പറഞ്ഞു പെൺഗൗളിയോട് നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ളതാണ്. അപ്പോൾ പെൺഗൗളി എന്താ പറഞ്ഞത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏതൊരു ഗൗളിക്കും പറ്റും, പക്ഷേ ഇത് അന്വേഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അന്വേഷിക്കാനായിട്ട് ഈ സ്ത്രീയുടെ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അന്വേഷിക്കാനായിട്ട് പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നും എനിക്ക് അറിയേണ്ടതുണ്ട് എന്നും കൂടി പെൺഗൗളി പറയേണ്ടായി. ഇനി അതിൽ അപഗ്രഥന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ 1ാമത്തത്, ആക്ഷേപഹാസ്യത്തിലൂടെ ഗ്രേസി നടത്തുന്നത് സാമൂഹ്യ വിമർശനമാണ്. പാഠഭാഗത്തു നിന്നും ഉദാഹരണങ്ങൾ കണ്ടെത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. ആക്ഷേപഹാസ്യത്തിലൂടെ ഗ്രേസി നടത്തുന്നത് സാമൂഹ്യ വിമർശനമാണ്. മനുഷ്യർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകളുണ്ടെങ്കിലും വീണ്ടും ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന മനുഷ്യൻ, പിന്നെ ഡോക്ടറുടെ ഈഗോ, സന്ദർശകയുടെ വാക്കുകൾ, അതേപോലെ മനുഷ്യൻ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുന്നത്, ഹൃദയത്തിനല്ല. കാരണം കണ്ടെത്തലുകളാണ്, ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് പറയുന്നത്. പിന്നെ അച്ഛൻ മരിച്ച കുഞ്ഞിനെ തന്തേ തീനിന്ന് വിളിക്കുന്നത്, സ്ത്രീക്ക് പ്രസവിക്കാനും കുടുംബം നോക്കാനും മാത്രമുള്ളവളാണ് എന്നുള്ള ആ പുരുഷൻ്റെ പ്രഖ്യാപനം, പിന്നെ പുരുഷൻ്റെ അഹങ്കാരം, സ്ത്രീയെ സഹായിക്കേണ്ടത് സ്ത്രീ തന്നെയാണ് എന്നുള്ള ആ ഒരു തത്വം, പിന്നെ എല്ലാ സ്ത്രീകളും ഒരുപാട് ബോധോദയം ഉള്ളവരാണ് എന്നുള്ള ആ ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ വിമർശന ബുദ്ധിയോട് കൂടിയിട്ട് കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ 2ാമത്തെ ചോദ്യം, ഗൗളി ജന്മത്തിലെ പെൺഗൗളിയും കോഴിയിലെ അമ്മയും സ്ത്രീ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ്, താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക എന്നാണ്. അതിൽ കോഴി എന്നുള്ള കവിത ഇതിൻ്റെ മുമ്പ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ കോഴിയിലെ അമ്മ വളരെ കുടുംബ ബന്ധങ്ങളെ മുറുകെ പിടിക്കുന്ന, അല്ലെങ്കിൽ അമ്മയുടെ കർത്തവ്യങ്ങളെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഗൗളി ജന്മത്തിലെ പെൺഗൗളിയാണെങ്കിൽ സ്ത്രീകൾ അതിന് മാത്രമുള്ളവരല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട് തീരുമാനിച്ചവൾ. ഇനി അടുത്ത ചോദ്യം, മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും ഗൗളിയുടെ ചിലക്കലിൽ അവർക്ക് വലിയ വിശ്വാസമാണ്. ആൺഗൗളിയുടെ നിരീക്ഷണം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ശാസ്ത്രം എത്ര വികസിച്ചാലും മനുഷ്യന് അന്ധവിശ്വാസങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങൾ മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. ശകുനം, അപശകുനങ്ങൾ തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങൾ മനുഷ്യരിലുണ്ടല്ലോ.
അന്ധവിശ്വാസങ്ങളുടെ പ്രചാരകരും കൂടിയാണ് മനുഷ്യർ എന്നുള്ള കാര്യവും കൂടി അവിടെ എടുത്തു പറയും. ഇനി വിലയിരുത്തൽ ചോദ്യങ്ങളാണ്. ഗൗളികളെ കേന്ദ്ര കഥാപാത്രമാക്കി ഗ്രേസി സാമൂഹിക വൈകല്യങ്ങളെ ചികിത്സിക്കുകയാണ്. ഗൗളി ജന്മം എന്ന കഥയിലൂടെ ഈ പ്രസ്താവന മുൻനിർത്തി ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഗൗളികളെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടാണ് ഗ്രേസി സാമൂഹിക വൈകല്യങ്ങളെ ചികിത്സിക്കുന്നത്. ഗൗളി ജന്മം എന്നുള്ള കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ 2 ഗൗളികളാണല്ലോ. അപ്പോൾ ഗ്രേസിയുടെ കഥകളുടെ പൊതുവെയുള്ള പ്രത്യേകതകളും ഗ്രേസിയുടെ എഴുത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ആദ്യത്തെ ഖണ്ഡികയിൽ എഴുതണം. അപ്പോൾ അതിനുശേഷം ഗൗളി ജന്മം എന്നുള്ള കഥയിലെ പ്രധാന ആശയം എന്താണെന്നും അവിടുത്തെ കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിൽ വരുന്ന ആശയം എന്തൊക്കെയാണ്, അവിടെ സാമൂഹ്യ വിമർശന രീതിയിൽ അവർ അവതരിപ്പിച്ചത്, അതിനുശേഷം എങ്ങനെയാണ് ആ കഥ അവസാനിപ്പിച്ചത്, അപ്പോൾ ആ കഥയുടെ അവസാന ഭാഗത്തുകൂടെ എന്തൊക്കെയാണ് കഥാകൃത്ത് ഉദ്ദേശിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉപന്യാസത്തിൽ വരണം. ഇനി ഗൗളി ജന്മം എന്ന കഥയിൽ സന്ദർശകയുടെ സ്വഭാവ നിരൂപണം ചെയ്ത് കുറിപ്പെഴുതുക. സ്വഭാവ നിരൂപണം. അപ്പോൾ അവിടെ സന്ദർശക വന്നതിൻ്റെ ഉദ്ദേശം വെറുതെ തൻ്റെ പകിട്ടുകളൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവിടെ ഒരു സന്ദർശനം. അതിൻ്റെ ആരോഗ്യം കാണിക്കാനാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വിമർശന ബുദ്ധിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സന്ദർശക വന്നതും അവരുടെ പട്ടുസാരിയുടെ തിളക്കം, അവരുടെ വന്ന സംഭാഷണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിരൂപണക്കുറിപ്പിൽ എഴുതണം. അവരുടെ സ്വഭാവം കൃത്യമായിട്ട്, വരവും സംസാരവും ഒക്കെ കൃത്യമായിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇനി അതിൽ തുടർ പ്രവർത്തനങ്ങളാണ്. മാർച്ച് 8 ലോക വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന പൊതുപരിപാടിക്ക് ഒരു നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ടീസ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു നോട്ടീസാണ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ടീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് നോട്ടീസുകൾ ശേഖരിക്കണം. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരു നോട്ടീസിൻ്റെ പൊതു സ്വഭാവം എന്തൊക്കെയാണ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു നോട്ടീസ് തയ്യാറാക്കണം. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം. സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന വിഷയത്തിൽ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കുക. എഡിറ്റോറിയൽ മുഖപ്രസംഗം നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു പത്രം അതിൻ്റെ അഭിപ്രായം, ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ അഭിപ്രായം എഴുതുന്നതാണ് എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം. അപ്പോൾ സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മുഖപ്രസംഗം തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ആ പാഠഭാഗത്തിൽ വരുന്നത്.